2025 ഓഗസ്റ്റ് മാസത്തിലെ ആ കറുത്ത രാത്രി ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലുള്ള ബിനാഗുണ്ട എന്ന കൊച്ചു ഗ്രാമം. അവിടെ മനീഷ് തുരേദി എന്ന യുവാവ് തന്റെ കൊച്ചു വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഓഗസ്റ്റ് 15-ന് അവൻ ചെയ്തൊരു സാഹസം ആ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചു. പതിറ്റാണ്ടുകളായി മാവോയിസ്റ്റുകളുടെ സ്മാരകങ്ങൾ മാത്രം ഉയർന്നു നിന്നിരുന്ന ആ ഒരു മണ്ണിൽ ആദ്യമായിട്ട് അവൻ ഭാരതത്തിന്റെ ത്രിവർണ പതാക ഉയർത്തി. ആ പതാകയ്ക്ക് താഴെ നിന്ന് ഗ്രാമത്തിലെ കൊച്ചുകുട്ടികൾക്കൊപ്പം അവൻ ഉറക്കപ്പാടി ജനഗണമന. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഭാരതം മുഴുവൻ അത്ഭുതപ്പെട്ടു. പക്ഷെ ആ ആവേശം അധികം നീണ്ടു നിന്നില്ല. ഓഗസ്റ്റ് 18-ന് അർദ്ധരാത്രിയിൽ തോക്കേന്തിയ ഒരു സംഘം അവന്റെ വാതിൽ തകർത്തെത്തി. മാവോയിസ്റ്റുകളുടെ ജന അദാലത്ത് എന്നറിയപ്പെടുന്ന പ്രാകൃത കോടതിയിൽ അവരെ വിചാരണ ചെയ്തു. കുറ്റം ദേശസ്നേഹം. ആ കാടിന്റെ നിശബ്ദതയിൽ വെടിയൊച്ചകൾ മുഴങ്ങി. മനീഷ് കൊല്ലപ്പെട്ടു. ഇനി നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു കൊലപാതകത്തെ കുറിച്ചല്ല. മനീഷിന്റെ മരണം ഒരു തുടക്കമായിരുന്നു, ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കം. 2026 ജനുവരി 26-ന് അതേ ബിനാഗുണ്ടയിലും ദണ്ഡകാരണ്യത്തിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളിലും 10,000-കണക്കിന് പതാകകൾ ഉയർന്നപ്പോൾ അത് മനീഷിനുള്ള മറുപടിയായിരുന്നു. ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്നും ആ ചുവന്ന കറ മാഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് വെറും 10 വർഷം കൊണ്ട് ഇന്ത്യ ഈ അസാധ്യമായ ദൗത്യം പൂർത്തിയാക്കിയത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് ഈ നക്സലിസം? അതിൽ നിന്നും ആരംഭിക്കാം. 1967-ൽ പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ ചാവു മജുംദാറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു കർഷക സമരം എങ്ങനെയാണ് ഇന്ത്യയുടെ പകുതിയോളം സംസ്ഥാനങ്ങളെ വിഴുങ്ങിയ ഒരു ഭീകര പ്രസ്ഥാനമായി മാറിയത്? റെഡ് കോറിഡോറിന്റെ ഭൂമിശാസ്ത്രം, അതായത് പശുപതി എന്നത് നേപ്പാളാണ്, അവിടെ മുതൽ തിരുപ്പതി, ആന്ധ്ര വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം. ഇതിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വനമേഖലകൾ ഉൾപ്പെടുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സായുധ വിപ്ലവ പ്രസ്ഥാനമായി മാവോയിസ്റ്റുകൾ വളർന്നു. ഭരണകൂടം തോറ്റുകൊണ്ടിരുന്ന കാലമാണ്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിലെ കറുത്ത അധ്യായമാണ്. 126 ജില്ലകൾ മാവോയിസ്റ്റ് നിയന്ത്രണത്തിലായിരുന്നു. അവിടെ പോലീസിന് പോകാൻ കഴിയില്ല, വോട്ടെടുപ്പ് നടക്കില്ല, റോഡുകളുമില്ല. വനവാസി സഹോദരങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിച്ച് അവർ ഒരു സമാന്തര സർക്കാർ നടത്തി. ജനത സർക്കാർ എന്നായിരുന്നു അവർ അതിനെ വിളിച്ചിരുന്നത്. അന്ന് അവർ നടത്തിയ പ്രധാന ആക്രമണങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. 2010-ൽ ചിന്തൽനാർ ആക്രമണം. 76 CRPF ജവാന്മാരെയാണ് മാവോയിസ്റ്റുകൾ ഒളിഞ്ഞിരുന്ന് കൊലപ്പെടുത്തിയത്. 2013 ദർബാഗട്ടി ആക്രമണം. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വത്തെ മുഴുവനായും ബോംബ് വെച്ച് തകർത്തു. ഇന്ത്യയുടെ ഹൃദയം പിളർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നാണ് പുതിയൊരു പോരാട്ടം തുടങ്ങുന്നത്. നക്സലുകൾ എപ്പോഴും അവകാശപ്പെടാറുള്ളത് അവർ പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും വേണ്ടിയാണ് പൊരുതുന്നത് എന്നാണ്. എന്നാൽ സത്യം അതിന് വിപരീതമായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുറത്തു വന്ന തെളിവുകൾ പ്രകാരം ഇതൊരു $multi-million ബിസിനസ് ഗ്രൂപ്പായി മാറിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പോലെ ഇവർ കഞ്ചാവ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ആന്ധ്ര, ഒഡീഷ അതിർത്തിയിലെ കാടുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കഞ്ചാവ് ഉൽപാദന കേന്ദ്രങ്ങളായി മാറി. ആദിവാസികളെ കൊണ്ട് കഞ്ചാവ് നടുവിക്കുകയും അത് കടത്തുകയും ചെയ്തു. ഇതിലൂടെ ലഭിക്കുന്ന പണം ആയുധങ്ങൾ വാങ്ങാനായി ഉപയോഗിച്ചു. 2024-ൽ മാത്രം സുരക്ഷാ സേന നശിപ്പിച്ചത് 1000-കണക്കിന് ഏക്കർ കഞ്ചാവ് തോട്ടങ്ങളാണ്. റോഡ് കരാറുകൾ, ഖനന കമ്പനികൾ, ടെൻഡോ ലീഫ് വ്യാപാരികൾ, ഇവരിൽ നിന്നെല്ലാം നക്സലുകൾ നികുതി പിരിച്ചിരുന്നു. പ്രതിവർഷം 150 കോടി മുതൽ 300 കോടി രൂപ വരെയാണ് ഛത്തീസ്ഗഡിൽ മാത്രം ഇവർ പിരിച്ചത്. വികസനം വന്നാൽ ഈ വരുമാനം നിലയ്ക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ റോഡുകളൊക്കെ ബോംബ് വെച്ച് തകർത്തതും മൊബൈൽ ടവറുകൾ നശിപ്പിച്ചതും വികസനത്തിന്റെ ശത്രുക്കളായി അവർ മാറിയതും. 2014-ൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ ആഭ്യന്തര മന്ത്രാലയം സമാധാൻ എന്ന പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു. അജിത് ഡോവലിന്റെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ ഒരു പ്ലാൻ 3 കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. CRPFന്റെ കോബ്ര ബറ്റാലിയൻ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, DRG എന്നിവർക്ക് ആധുനിക ആയുധങ്ങളും ഡ്രോണുകളും നൽകി. മുൻപ് പ്രതിരോധത്തിലായിരുന്ന സേന കാടിനുള്ളിലേക്ക് കയറി ആക്രമിക്കാൻ തുടങ്ങി. 59-ലധികം പുതിയ ഫോർവേഡ് ബേസ് ക്യാമ്പുകൾ മാവോയിസ്റ്റ് കോട്ടകൾക്കുള്ളിൽ സ്ഥാപിച്ചു. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനും മാവോയിസ്റ്റ് നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും NIA, ED എന്നിവയെ രംഗത്തിറക്കി. ഇതോടെ ആയുധം വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടു. തോക്കിന് തോക്ക് കൊണ്ട് മറുപടി നൽകുമ്പോഴും ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ വികസനം എത്തിക്കുകയും ചെയ്തു. 12,000 കിലോമീറ്റർ റോഡ് ഇത് വെറും റോഡല്ല, മാവോയിസ്റ്റുകൾക്ക് മേലുള്ള മരണക്കെണിയായിരുന്നു. 8,500 ടവറുകൾ സ്ഥാപിച്ചതോടെ കാടിനുള്ളിലെ വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് എത്തി തുടങ്ങി. ഗ്രാമീണർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി പണം ലഭിക്കാൻ തുടങ്ങിയപ്പോ മാവോയിസ്റ്റ് നേതാക്കളുടെ കമ്മീഷനും നിലച്ചു. 2026 ജനുവരി 26 ഇന്ത്യ മുഴുവൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ ശ്രദ്ധാകേന്ദ്രം ഛത്തീസ്ഗഡിലെ ബസ്തർ ആയിരുന്നു.
അവിടെ 30 വർഷമായി പതാക ഉയർത്താത്ത 47 ഗ്രാമങ്ങൾ ഒരേ സമയം ഇന്ത്യൻ പതാകയ്ക്ക് സല്യൂട്ട് അടിച്ചു. ഇത് വെറും ആഘോഷമല്ല, ഇതൊരു വിജയ പ്രഖ്യാപനമാണ്. മാവോയിസ്റ്റുകളുടെ ഏറ്റവും വലിയ കോട്ടയായ അബുജ്മദ് വനം ഇന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ്. 2024 മാത്രം 200-ലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുകയും 100 പേർ കീഴടങ്ങുകയും ചെയ്തു. കീഴടങ്ങുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പുനരധിവാസ പാക്കേജാണ് സർക്കാർ നൽകുന്നത്. അന്ധമായ വിപ്ലവത്തിൽ നിന്നും മാറി സാധാരണ ജീവിതത്തിലേക്ക് വരാൻ യുവത ആഗ്രഹിക്കുന്നു. 2026 മാർച്ച് 31-ഓടെ ഇന്ത്യയെ നക്സൽ ഫ്രീ ആയി പ്രഖ്യാപിക്കാൻ രാജ്യം ഒരുങ്ങുകയാണ്. ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന് എങ്ങനെയാണ് സായുധ വിപ്ലവത്തെ വികസനത്തിലൂടെയും കരുത്തിലൂടെയും തോൽപ്പിക്കാൻ കഴിയുക എന്നതിന്റെ യഥാർത്ഥ പാഠം. നക്സലിസം അവസാനിക്കുന്നത് വെറുമൊരു വാർത്തയല്ല, അത് ദശലക്ഷക്കണക്കിന് ആദിവാസി സഹോദരങ്ങളുടെ ജീവിതം മാറുന്നതിന്റെ അടയാളം കൂടിയാണ്. അവർക്കിന്ന് സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, ഡിജിറ്റൽ ബാങ്കിംഗ് ഉണ്ട്. മനീഷ് ദ്വിവേദി എന്ന യുവാവിന്റെ ജീവത്യാഗം ഇന്ന് ഓരോ ഭാരതീയന്റെയും ഓർമ്മയിലുണ്ട്. അവൻ ഇന്ന് ഉയർത്തിയ ആ പതാക ഇന്ന് താഴ്ത്താൻ ആർക്കും കഴിയില്ല. റെഡ് കോറിഡോർ ഇന്ന് സമാധാനത്തിന്റെ ഇടനാഴിയായി മാറിക്കഴിഞ്ഞു. വികസനത്തിന്റെ വെളിച്ചം എത്തുമ്പോൾ എല്ലാ ഇരുട്ടും മായും. ഇതാണ് പുതിയ ഇന്ത്യയുടെ കരുത്ത്. എന്തായാലും ഇതിന്റെ ഫലമായാണ് പതിറ്റാണ്ടുകളായി ചുവപ്പ് ഭീകരതയുടെ പിടിയിലായിരുന്ന ദണ്ഡകാരണ്യവും ബസ്തറും ഇന്ന് ത്രിവർണ പതാകയാൽ ശോഭിക്കുന്നത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തുക്കടെ ഗ്യാങ്ങുകൾക്കും വിഘടനവാദികൾക്കും നൽകിയ ശക്തമായ താക്കീത് കൂടിയാണത്. നക്സലിസത്തെ വെറും ഒരു ക്രമസമാധാന പ്രശ്നമായി കാണാതെ അതിനെ ഒരു ദേശവിരുദ്ധ പ്രത്യയശാസ്ത്രമായി കണ്ട് വേരോട് പിഴുതെറിയാൻ BJP ഗവൺമെന്റ് കാട്ടിയ ശങ്കൂറ്റം എടുത്തു പറയേണ്ടതാണ്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ആധുനിക ആയുധങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുകയും ചെയ്തതോടെ ഇടനാഴിയിലെ ഒളിത്താവളങ്ങൾ ഓരോന്നായി തകർന്നു. നക്സൽ നേതാക്കൾക്ക് വിദേശങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ അർബൻ നക്സൽ വേട്ടയിലൂടെ സർക്കാർ ഇല്ലാതാക്കി. ഈ നിശ്ചയദാർഢ്യം നക്സലിസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. BJP സർക്കാരിന്റെ കാലത്ത് രാജ്യം കണ്ട മറ്റ് നിർണായക മാറ്റങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഇതിന് സമാനമായ മറ്റൊരു ചരിത്രപരമായ നീക്കമായിരുന്നു. കശ്മീരിൽ കല്ലെറിഞ്ഞും തീവ്രവാദം വളർത്തിയും വിഘടനവാദം പ്രോത്സാഹിപ്പിച്ചവർക്ക് ഇന്നവിടെ സ്ഥാനമില്ല. ലാൽ ചോക്കിൽ ഭയമില്ലാതെ ദേശീയ പതാക ഉയരുന്നതും അവിടെ ടൂറിസവും വികസനവും കുതിച്ചുയരുന്നതും മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ അടയാളമാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ ചർച്ചകളിലൂടെയും ശക്തമായി സൈനിക നടപടികളിലൂടെയും എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്തു. അസം, നാഗാലാൻഡ്, മണിപ്പൂർ എന്നിവിടങ്ങളിൽ അശാന്തി വിതച്ചിരുന്ന പല സംഘങ്ങളും ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങി സമാധാനത്തിന്റെ പാതയിലാണുള്ളത്. വികസനമാണ് തീവ്രവാദത്തിനുള്ള ഏറ്റവും വലിയ മരുന്നെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുകയാണ് ചെയ്തത്. പാവപ്പെട്ടവന് വീടും ഗ്യാസ് കണക്ഷനും കുടിവെള്ളവും ബാങ്ക് അക്കൗണ്ടും നേരിട്ട് എത്തിച്ചതോടെ നക്സലൈറ്റുകൾ പടച്ചുവിട്ട വ്യാജ പ്രചാരണങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയാം. ബിനാഗുണ്ടയിലെ മനീഷ് ദ്വിവേദിയുടെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന് ഈ മാറ്റങ്ങളെല്ലാം തെളിയിക്കുന്നു. ഒരു വശത്ത് വികസനത്തിന്റെ വെളിച്ചവും മറുഭാഗത്ത് സൈന്യത്തിന്റെ കരുത്തും ചേർന്നപ്പോൾ തകർന്നു വീണത് ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത വിഘടന ശക്തികൾ തന്നെയാണ്. 2026 മാർച്ച് 31 എന്ന സമയപരിധിക്കുള്ളിൽ ഭാരതം നക്സൽ വിമുക്തമാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ് വിളിച്ചോതുന്നത്. ലോകത്തിന് മുന്നിൽ ഒരു കരുത്തുറ്റ സാമ്പത്തിക ശക്തിയാകാൻ ഒരുങ്ങുന്ന ഭാരതത്തിന് തടസ്സമായി നിന്ന ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കിയതിൽ BJP സർക്കാരിന്റെ പങ്ക് ചരിത്ര സ്വർണ്ണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്തും. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഭയമില്ലാതെ ആയുധങ്ങളില്ലാത്ത വികസനവും സമാധാനവും പുലരുന്ന ഒരു ഭാരതത്തെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സർക്കാർ സമ്മാനിക്കുന്നത്. എന്തായാലും ഈ ഒരു അഭിമാന നേട്ടത്തെക്കുറിച്ച്, ഈ ഒരു അഭിമാന നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.